മനുഷ്യത്വമില്ലാത്ത ഒരു നടപടിയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ടീച്ചറും സാറും പ്രൊഫസറും അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ കുട്ടികൾ പരാതി നൽകുന്നുണ്ടായിരുന്നു. അവർ പരാതി പോലും ഗൗരവമായി എടുത്തിട്ടില്ല. അപ്പോൾ ഇത് മാനേജ്മെൻറ്റും ഇതിന് കുറ്റക്കാരാണ്. അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മാനേജ്മെൻറ്റിനും ഈ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിനും നല്ല വിവരമുണ്ട്. മാനേജ്മെൻറ്റിനെ മാത്രം നമ്മൾ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇതിന് കഴിയില്ല. എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്റേണൽ മാർക്ക് ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി ഇന്റേണൽ മാർക്കിനെ സംബന്ധിച്ചത് ആലോചിക്കുന്നു. ഒരു വ്യക്തിയാണ് മാർക്ക് ദാനം ചെയ്യുന്നത്. അപ്പോൾ വേറെ ആരുടെയും അനുവാദം വേണ്ട. ഒരു വിദ്യാർത്ഥിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ വേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കാം. അത് മാറ്റിയിട്ട് ഒരു ബോർഡോ ഒരു അക്കാഡമിക് കമ്മിറ്റിയോ രൂപീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിക്കണം. ആ അക്കാഡമിക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായി ഓരോ കുട്ടികൾക്ക് ഇന്ത്യയുടെ മാർക്ക് കൊടുക്കുന്ന തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഇതിപ്പോൾ ഈ രാജ്യത്താകെയുള്ള ഇന്റേണൽ മാർക്കിൻ്റെ സംവിധാനം ഉള്ള സ്ഥലത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാഭൂരിപക്ഷം വന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ മാർക്ക് സിസ്റ്റം കുട്ടികളെ ഒരുപാട് പീഡിപ്പിക്കുന്നു. കുട്ടികളെ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോളേജിൽ പോകുന്നതിന് വേണ്ടി പോലും താല്പര്യമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. അപ്പോൾ ഇന്റേണൽ മാർക്കിൻ്റെ ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർ ആലോചന അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. 1 മുതൽ 10 വരെ അത് നടപ്പിലാക്കി. ഇപ്പോൾ അവിടെ അധ്യാപകരെ കൂട്ടായി ആലോചിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മാർക്ക് കൊടുക്കുന്നത്. ഒരു അധ്യാപകർ മാത്രം ഒരു കുട്ടിക്ക് ഇഷ്ടംപോലെ മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേ രൂപത്തിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ഈ നടന്ന എല്ലാ കാര്യങ്ങളിലും മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. നമ്മളെ മുന്നിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആ മകൻ്റെ വേർപാടാണ്. അതുമായി ബന്ധപ്പെട്ട് പല ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി പല കഥകളും കൊണ്ടുവരും. ചിലപ്പോൾ ചില്ലറ കാര്യങ്ങൾ ശരിയായിരിക്കാം. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഈ മകൻ അവൻ എങ്ങനെ ആത്മഹത്യ ചെയ്തു, അവൻ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാര്യം എന്താണ്, ഈ കഴിഞ്ഞ കുറേ നാളുകളായി അവൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി ആയത് മുതൽ അവൻ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങൾ. അത് ആ ശ്രദ്ധ തിരിച്ചുവിട്ടാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റും. വിദ്യാർത്ഥി സംഘടനകൾ, ഏത് സംഘടന ഞാൻ പറയുന്നില്ല, എല്ലാ സംഘടനയും ഏത് വിദ്യാർത്ഥി സംഘടനയായിരുന്നാലും വിദ്യാർത്ഥി സംഘടനകൾ ഫലപ്രദമായി പ്രൊഫഷണൽ കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സ്കൂൾ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സംഘടനാപരമായി മാന്യമായി പ്രവർത്തിക്കുന്ന സ്ഥലത്തൊന്നും റാഗിങ് ഉണ്ടാവുന്നില്ല. ഉണ്ടായാൽ ആ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ചെറുക്കാൻ വേണ്ടി വരികയാണ്. വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും അവരെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ആർക്കും എന്തും ആവാം, മാനേജ്മെൻറ്റിന് എന്തും ആവാം എന്നുള്ള സ്ഥിതിയിൽ ഈ കാര്യങ്ങൾ വന്നത്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ള സംബന്ധിച്ചും അറിയേണ്ടത്. ഇപ്പോൾ തന്നെ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം യുവജന വിദ്യാർത്ഥി സംഘടനകളായിരുന്നല്ലോ അവിടെ ഇതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി വന്നത്. അവർ വന്നതിന് ശേഷമാണല്ലോ ആ കോളേജിലെ കുട്ടികൾക്ക് ഒരു വാക്കുകൾ ധൈര്യത്തോടുകൂടി പറയുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിൽ അവർ എത്തിയത്. അല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണെന്നല്ലോ. ഒരു കുട്ടിയെപ്പോലും ഇങ്ങോട്ട് വരാൻ വേണ്ടി സമ്മതിച്ചില്ലല്ലോ. മാനേജ്മെൻറ്റ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടത് വെച്ചാൽ എന്തുകൊണ്ട് സ്കൂൾ മാനേജറും മാനേജ്മെൻറ്റിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും അവരെ ഈ ബോഡിയും കൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ മകൻ്റെ വീട്ടിലത്തേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് അവരോടൊപ്പം ഇവിടെ വന്ന് അനുശോചനം രേഖപ്പെടുത്തി രക്ഷകർത്താക്കളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോയില്ല എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള വിഷയവും ജനങ്ങളുടെ മനസ്സിൽ അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യത്വമില്ലാത്ത ഒരു നടപടിയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.